അഡ്വക്കേറ്റ് കെ രാംകുമാർ ഈ നൊബേൽ സമ്മാന ജേതാവാണ് അവരുടെ ഇടക്കാല മേധാവിയായി വന്ന മുഹമ്മദ് യൂനുസ്. അദ്ദേഹം മതത്തിനപ്പുറം ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില നൽകണമെന്നും ജനാധിപത്യം വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാണെന്നുമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും പ്രവൃത്തിയിൽ കാണുന്നില്ല. അതായത് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ നടപടിയില്ലാതെ പോകുന്നത് മുഹമ്മദ് യൂനുസിനെയാണോ അതോ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചവരെയാണോ അടയാളപ്പെടുത്തുന്നത്? ഇത് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ സ്ഥാപനത്തിന് ശേഷം ഒരു പ്രഖ്യാപനം നടത്തി. പാകിസ്ഥാൻ എല്ലാവരുടെയുമാണ്, മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സുരക്ഷ ഉറപ്പുവരുത്തും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിച്ച് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഹിന്ദു കൂട്ടക്കൊല തുടങ്ങി. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവരുടെ നിർഭാഗ്യത്തിന് അവരുടെ രാജ്യം പ്രധാനമന്ത്രി മോഹത്തിനും പ്രസിഡന്റ് പദവി മോഹത്തിനും ചില രാഷ്ട്രീയ കുബുദ്ധികൾ അവരുടെ ഭാവി കണക്കാക്കാതെ സൃഷ്ടിച്ചെടുത്ത് എന്നല്ലാതെ അവരെന്ത് തെറ്റാ ചെയ്തത്? ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ പാകിസ്ഥാനിൽ പോയില്ല, ഞങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ്. ആ മുസ്ലിങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്ന വിവിധ അനുച്ഛേദങ്ങൾ വളരെ അഭിമാനപൂർവ്വം നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പ്രത്യേക ആനുകൂല്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും എന്താണ് സ്ഥിതി? ഏതെങ്കിലും ഹിന്ദുക്കൾക്ക് സ്വന്തമായി എന്തെങ്കിലും അവകാശം പറയാനുള്ള സംവിധാനമുണ്ടോ? അപ്പോൾ ഇത് ഒരു സന്ദേശമാണ്. ഞങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മറ്റുള്ള മതക്കാരെ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മുഹമ്മദ് അലി ജിന്ന ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുകൊടുത്തു. അദ്ദേഹത്തിന് അത് ഉറപ്പുവരുത്താൻ പറ്റുമോ? അതിലും മോശമായ സ്ഥിതിയാണ് മുഹമ്മദ് യൂനുസിൻ്റെതിൽ. അദ്ദേഹം ബലഹീനനാണ്. അദ്ദേഹം പട്ടാളത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്നത്. രാഷ്ട്രീയമായ പിൻബലം അദ്ദേഹത്തിനില്ല, രാഷ്ട്രീയമായ അണികൾ അദ്ദേഹത്തിനില്ല, രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും ആശയങ്ങളും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറയുന്നത് നടപ്പാക്കാനുള്ള സംവിധാനമോ ശക്തിയോ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനക്കൂട്ടത്തിൻ്റെ, ഭൂരിപക്ഷ ജനക്കൂട്ടത്തിൻ്റെ അക്രമം ഇനിയും ഉണ്ടാകും. കാരണം ഒരു സന്ദേശം അയൽവക്കങ്ങൾക്ക് കൊടുക്കാനാണിത്. പണ്ട് ആലപ്പുഴയിൽ കുന്തിരിക്കം കത്തിക്കും എന്നൊരു സന്ദേശം കിട്ടിയല്ലോ നമുക്ക്. ഏതാണ്ട് ആ സമാനമായ രീതിയിൽ ഈ രാജ്യത്തെ മറ്റുള്ള ആളുകൾക്ക് ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തെ നമ്മൾ കാര്യമായി എടുത്തില്ലെങ്കിൽ ഇടക്കാല സർക്കാരിന് മുഹമ്മദ് യൂനുസിന്റെ നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പോക്കിന് വലിയ ഭാവിയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും പുറത്താക്കപ്പെടാം. അതായത് ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞാൽ അത് അവിടുത്തെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്കോ ബീഗം ഖാലിദാസിയുടെ പാർട്ടിക്കോ ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അവിടുത്തെ സ്ഥിതി ഏതാണ്ട് നമ്മുടെ രാജ്യത്തെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വയനാട് പാർലമെൻ്ററി സീറ്റ് ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അനുവാദം വേണം, അവരുടെ അനുഭാവം വേണം, അവരുടെ സൗജന്യം വേണം. അതിനുവേണ്ടി മതേതരല്ല എന്ത് വേണമെങ്കിൽ ബലികഴിക്കാൻ തയ്യാറായുള്ള സ്ഥാനമോഹികൾ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തുണ്ട്. ബംഗ്ലാദേശിൽ അവാമി ലീഗിൻ്റെ പിന്തുണയ്ക്കുന്നത് ഹിന്ദുക്കളാണ് എന്നൊരു തെറ്റിദ്ധാരണ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. ഒരളവ് വരെ ശരിയാണ്. കാരണം മുജീബുർ റഹ്മാൻ്റെ സ്വാതന്ത്ര്യ സമരക്കാലത്ത് മുന്നിട്ട് നിന്ന് ജീവൻ വരെ വെടിഞ്ഞ ഹിന്ദു നേതാക്കന്മാർ ബംഗ്ലാദേശിലുണ്ട്. അവിടുത്തെ ചീഫ് ജസ്റ്റിസ് രാജിവെക്കേണ്ടി വന്നു, മുസ്ലിമായ ചീഫ് ജസ്റ്റിസ്. കാരണം അദ്ദേഹം അവാമി ലീഗ് പറയുന്നതാണ് കേൾക്കുന്നതെന്ന് ഈ പ്രക്ഷോഭകാരികൾ പറഞ്ഞു. അപ്പോൾ ആ രാജ്യത്ത് മുഹമ്മദ് യൂനുസിനെ ബലഹീനനായ രാഷ്ട്രീയ പിൻബലമില്ലാത്ത ഷെയ്ഖ് കേസുകൾ എടുത്തു, കേസുകൾ ചുമത്തി, കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. അതായത് ഷെയ്ഖ് ഹസീന ഇനി അങ്ങോട്ട് വരരുത്, അവിടെ വന്നാൽ അവാമി ലീഗ് തല പൊക്കരുത്, അത് തന്നെയാണ് ലക്ഷ്യം. ലക്ഷ്യമതായിരിക്കാം, പക്ഷെ അത് പ്രാവർത്തികമാക്കാനുള്ള ശക്തി, നിശ്ചയദാർഢ്യം, പിന്തുണ അദ്ദേഹത്തിനില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹം ഇന്ന് നിലനിൽക്കുന്നത് പട്ടാളത്തിൻ്റെ ഔദാര്യത്തിലാണ്.
ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ അതുപോലത്തെ സംഘടനയോ അല്പം ഒച്ചപ്പാടുണ്ടാക്കിയാൽ അദ്ദേഹം പിൻവാങ്ങി ഓടി രക്ഷപ്പെടും. അത്ര ബലഹീനനാണ്. ആ ബലഹീനൻ്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മുഹമ്മദ് അലി ജിന്ന ശക്തനായിട്ടാണ് പാകിസ്ഥാനിൽ പ്രസിഡൻ്റ് ആയത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ച് നിരപരാധികളായ ഒരുപാട് പേരുടെ കൊലപാതകത്തിന് കൂട്ടുനിന്നുകൊണ്ടാണ് അദ്ദേഹം പാകിസ്ഥാൻ്റെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായത്. അദ്ദേഹത്തിന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം.